അഴുകിയ ശവം തിരിച്ചറിയൽ ഉമാദത്തിൻ്റെ അധ്യായം എക്സ്ഹ്യൂമേഷനും സൂപ്പർ ഇമ്പോസിഷനും വളരെ പ്രാധാന്യമുള്ളൊരു അധ്യായമാണ്. രണ്ടാമത്തെ എക്സ്ഹ്യൂമേഷൻ ഞാൻ MDക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. ആ കേസിന് സവിശേഷതകൾ ഏറെ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ച ഒരു കൊലക്കേസായിരുന്നു മൃതദേഹം കുഴിച്ചെടുത്ത് പരിശോധന നടത്തിയത്. ഡോക്ടർ ജോർജ് പോളും ഞാനും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മരണകാരണം കണ്ടുപിടിക്കുവാനും കേരളത്തിൽ ആദ്യമായി ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ എന്ന സങ്കേതം വികസിപ്പിച്ചെടുത്ത് ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിഞ്ഞു. ആ കഥ ഇങ്ങനെ: തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് കിളിമാനൂർ. അവിടെ ഒരു ഇടത്തരം കുടുംബം. കർഷക തൊഴിലാളിയായ രാധാകൃഷ്ണൻ ഭാര്യ ശാന്തയോടും സ്വന്തം അനുജൻ രവിയോടുമൊപ്പം സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യ ശാന്തയോട് അനുജൻ രവിക്ക് കുറേ നാളായി അതിരുവിട്ടൊരു സ്നേഹമുണ്ട്. രാധാകൃഷ്ണനും സംശയം തോന്നാതിരുന്നില്ല. പക്ഷേ അനുജൻ്റെ മനസ്സിൽ മറ്റു വിചാരമൊന്നും ഉണ്ടായിരിക്കില്ലെന്ന ചിന്തയിൽ അയാൾ അനുജനോട് ഒന്നുമേ ചോദിച്ചില്ല. ഒരു രാത്രിയിൽ രാധാകൃഷ്ണൻ രണ്ടുപേരെയും കിടപ്പുമുറിയിൽ ഒന്നിച്ചു കണ്ടു. ജ്യേഷ്ഠൻ അനുജനെ അടിച്ച് താഴെയിട്ടു. അനുജൻ കത്തിയെടുത്ത് ജ്യേഷ്ഠൻ്റെ നെഞ്ചിൽ കുത്തി. രാധാകൃഷ്ണൻ തൽക്ഷണം മരിച്ചു. ശാന്തയും രവിയും ചേർന്ന് മൃതദേഹം വലിച്ചിഴിച്ച് വീടിനടുത്തുള്ള ചാണകക്കുഴിയിൽ കുഴിച്ചിട്ടു. പിറ്റേന്ന് തൊട്ട് രാധാകൃഷ്ണനെ പുറത്ത് കാണാതായതോടുകൂടി നാട്ടുകാർ അന്വേഷിച്ചു തുടങ്ങി. ഭാര്യയോട് വഴക്കിട്ട് ചേട്ടൻ നാട് വിട്ടുപോയതാണെന്ന് രവി പറഞ്ഞു വരുത്തിയത് ജനം വിശ്വസിച്ചു. പോരാത്തതിന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ്റെതായി ഒരു കത്തും ഇയാൾ അയൽവാസികളെ കാണിച്ചു. താൻ ഉടനെ മടങ്ങി വരുന്നില്ലെന്നും ഭാര്യയുടെ സ്വഭാവം തനിക്ക് ഇഷ്ടപ്പെട്ടതില്ലെന്നും മറ്റുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. ആളുകൾ ഇതും വിശ്വസിച്ച് മുന്നോട്ട് പോയി. മാസങ്ങൾ കടന്നുപോയി. ആളുകളെല്ലാം രാധാകൃഷ്ണനെ മറന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ അനുജൻ രവി വീടിനടുത്തുള്ള ഒരു കള്ളുഷാപ്പിൽ വെച്ച് തൻ്റെ ഒരു സുഹൃത്തിനോട് മദ്യലഹരിയിൽ തെല്ല് കുറ്റബോധത്തോടെ നടന്നതെല്ലാം പറയുകയുണ്ടായി. കത്ത് വ്യാജമായി എഴുതിയുണ്ടാക്കിയത് താനാണെന്നും രവി വെളിപ്പെടുത്തി. ഇത് കേട്ട സുഹൃത്ത് അന്ന് രാത്രി തന്നെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സബ് ഇൻസ്പെക്ടറോട് വിവരം പറഞ്ഞു. അന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ആറ്റിങ്ങൽ സർക്കിളിലാണ്. പരേതനായ G. ഗോപിനാഥനാണ് അന്നവിടെ സർക്കിൾ ഇൻസ്പെക്ടർ. സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ ഗോപിനാഥൻ. SP ആയി റിട്ടയർ ചെയ്ത അദ്ദേഹം ആകസ്മികമായി അന്തരിച്ചു. പ്രാഥമിക അന്വേഷണം ശേഷം അദ്ദേഹം മൃതദേഹം കുഴിച്ചെടുക്കാൻ RDOയ്ക്ക് അപേക്ഷ നൽകി. അദ്ദേഹം അറിയിച്ചതനുസരിച്ച് ഡോക്ടർ ജോർജ് പോളും ഞാനും സ്ഥലത്ത് ചെന്നു. ചാണകക്കുഴിക്ക് ചുറ്റും ഒരു മറ കെട്ടി പോസ്റ്റ്മോർട്ടം അവിടെ തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അധികം ആഴത്തിലല്ലാതെ ഒരു അസ്ഥികൂടം ഞങ്ങൾ കണ്ടെത്തി. കൊല നടന്നിട്ട് അപ്പോൾ 7 മാസം കഴിഞ്ഞിരുന്നു. അസ്ഥികൂടത്തിൽ നിന്ന് ലഭിച്ച വസ്ത്രഭാഗങ്ങൾ ഏലസും രാധാകൃഷ്ണൻ്റേതാണെന്ന് സാക്ഷികൾ മൊഴി നൽകി. നെഞ്ചെല്ലിൽ നേരെ മധ്യഭാഗത്ത് ഒരു കത്തിക്കുത്ത് മുറിവുണ്ടായിരുന്നു. അനുജൻ രവിയുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്ത കത്തിയുടെ വീതിയും കുത്തിമുറിവിൻ്റെ നീളവുമായി യോജിപ്പുണ്ടായിരുന്നു. വിജയകരമായി പ്രോസിക്യൂഷന് കൊല്ലപ്പെട്ടത് രാധാകൃഷ്ണനാണെന്ന് അസംദിഗ്ധമായി തെളിയിക്കണം. ഇതേ തുടർന്ന് ഞങ്ങൾ ശാസ്ത്രീയ തെളിവുകളെക്കുറിച്ച് ഗഹനമായ ആലോചന തുടങ്ങി. ഒരാളുടെ മുഖത്തിൻ്റെ ആകൃതി മുഖാസ്ഥിയുടെ ആകൃതി അനുസരിച്ചായിരിക്കുമെന്ന വൈദ്യശാസ്ത്രം അംഗീകരിച്ച പൊതു തത്വമാണ്. അതിനെ അവലംബിച്ച് നടത്തുന്ന സങ്കേതമാണ് ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ. അക്കാലത്ത് ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിൽ മാത്രമേ ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് ചെയ്യുമായിരുന്നുള്ളൂ. വളരെയധികം കാലതാമസം ഉണ്ടാകുമെന്നായതിനാൽ തലയോട് ഹൈദരാബാദിൽ അയക്കാൻ ഇൻസ്പെക്ടർ ഗോപിനാഥിന് താല്പര്യമില്ലായിരുന്നു. എന്നോട് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്തുകൂടെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എനിക്ക് തോന്നി. സൂപ്പർ ഇമ്പോസിഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സങ്കേതത്തെക്കുറിച്ച് പുസ്തകങ്ങളിലും ജേണലുകളിൽ നിന്നും കിട്ടാവുന്ന വിവരങ്ങളെല്ലാം തന്നെ ഞാൻ ശേഖരിച്ചു. ലോകത്തിൽ ആദ്യമായി സൂപ്പർ ഇമ്പോസിഷൻ ചെയ്തത് എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഗ്ലെയ്സ്റ്റർ ആയിരുന്നു. ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസക്കാരനായ ബക്ക്റെക്സ്റ്റൺ എന്ന പാഴ്സി ഡോക്ടർ ഇംഗ്ലീഷുകാരിയായ ഭാര്യയെയും നഴ്സിനെയും കൊല ചെയ്തതിന് ശേഷം മൃതദേഹങ്ങൾ പല കഷ്ണങ്ങളായി മുറിച്ച് മറവ് ചെയ്തു. ആ മൃതദേഹ ഭാഗങ്ങൾ പരിശോധിച്ച ഗ്ലെയ്സ്റ്റർ താതാത്മ്യ നിർണയത്തിന് അവലംബിച്ച മാർഗങ്ങളിലൊന്ന് സൂപ്പർ ഇമ്പോസിഷൻ ആയിരുന്നു. അദ്ദേഹം ആ കേസിനെ കുറിച്ച് ബക്ക്റെക്സ്റ്റൻ്റെ മെഡിക്കോ ലീഗൽ വസ്തുക്കൾ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ ആ പുസ്തകം വകുപ്പിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യുവാൻ എനിക്ക് സഹായകരമായി. ഞാൻ നേരത്തെ ഫോട്ടോഗ്രാഫി കൂടാതെ ഫിലിം ഡെവലപ്മെൻറ്റ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും പഠിച്ചിരുന്നതിനാൽ എനിക്ക് സൂപ്പർ ഇമ്പോസിഷൻ പ്രയാസമില്ലാതെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു. മരണപ്പെട്ട രാധാകൃഷ്ണൻ്റെ വീട്ടിൽ നിന്നും അയാളും ഭാര്യയും അനുജനും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ലഭിച്ചു. ആ ഫോട്ടോയിൽ കിളിമാനൂരിലെ ഒരു സ്റ്റുഡിയോയുടെ പേരുണ്ടായിരുന്നു. അവിടെ നിന്നും ആ ഫോട്ടോയുടെ നെഗറ്റീവ് ലഭിച്ചു. നെഗറ്റീവ് എൻലാർജ് ചെയ്ത് രാധാകൃഷ്ണൻ്റെ മുഖത്തിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഉണ്ടാക്കണമെങ്കിൽ ഒറിജിനൽ ചിത്രത്തിൻ്റെ ഉള്ള ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ തെളിവുകൾ എടുക്കണം.
രാധാകൃഷ്ണൻ ഒരു കസേരയിൽ ഇരിക്കുന്ന പോസിലായിരുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോയുടെ കസേരയുടെ ഭാഗങ്ങൾ കാണാമായിരുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ രാധാകൃഷ്ണൻ ഇരുന്നിരുന്ന കസേര സ്റ്റുഡിയോയിൽ നിന്നും നമ്മൾ കസ്റ്റഡിയിലെടുത്തു. കസേരയുടെ ശരിയായ അളവുകൾക്കനുസരിച്ച് നെഗറ്റീവ് എൻലാർജ് ചെയ്ത് അങ്ങനെ രാധാകൃഷ്ണന്റെ മുഖത്തിന്റെ യഥാർത്ഥ വലുപ്പത്തിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചു. അടുത്ത നടപടി തലയോടിന്റെ യഥാർത്ഥ വലുപ്പത്തിലുള്ള ഫോട്ടോ എടുക്കുന്നതാണ്. അതിനുവേണ്ടി തലയോട് പല ദിശകളായി തിരിക്കാവുന്ന ഒരു സ്റ്റാൻഡ് വേണം. ഈ സ്റ്റാൻഡ് എവിടെയും കിട്ടാനില്ലായിരുന്നു. ഞാൻ സ്റ്റാൻഡിന്റെ ഒരു രേഖാചിത്രം വരച്ച് തിരുവനന്തപുരത്ത് പാറ്റൂരിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന എൻ്റെ സ്നേഹിതൻ ദാസിനെ ഏൽപ്പിച്ചു. സമർത്ഥനായ ദാസ് സ്റ്റീൽ കൊണ്ട് മനോഹരമായ ഒരു സ്റ്റാൻഡ് തന്നെ ഉണ്ടാക്കി തന്നു. ഫോട്ടോയിൽ രാധാകൃഷ്ണന്റെ മുഖത്തിന്റെ ചരിവിനനുസരിച്ച് തലയോട് സ്റ്റാൻഡിൽ ഉറപ്പിച്ചു. തലയോടിന് താഴെ ഒരു ടേപ്പ് സ്കെയിൽ വെച്ച് ഫോട്ടോ എടുത്തു. ആ നെഗറ്റീവ് സ്കെയിലിന്റെ യഥാർത്ഥ വലിപ്പം ലഭിക്കാനായി എൻലാർജ് ചെയ്തു. ഫോട്ടോഗ്രാഫിയുടെ ജോലി ചെയ്യുവാനായി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഒഴിഞ്ഞ ഒരു മുറിയിൽ ഞാൻ സ്റ്റുഡിയോയും ഡാർക്ക് റൂമും സജ്ജമാക്കിയിരുന്നു. സൂപ്പർ ഇമ്പോസിഷന് വേണ്ടി ഫോട്ടോകൾ പകർത്തുന്നതിന് പോസിറ്റീവ് ഫിലിം വേണമായിരുന്നു. അതാകട്ടെ കേരളത്തിലെങ്ങും കിട്ടാനുമില്ല. ഞാനന്ന് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ശ്രീ ജയറാം പടിക്കലിനോട് എൻ്റെ ആവശ്യം അറിയിച്ചു. അദ്ദേഹം അന്ന് തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിളിനെ വിട്ട് കോയമ്പത്തൂർ ലിബി കമ്പനിയിൽ നിന്ന് ഫിലിം വാങ്ങി എനിക്കെത്തിച്ചു. കുറ്റാന്വേഷണത്തിൽ അനിതര സാധാരണമായ സാമർഥ്യവും താല്പര്യവും കാണിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ പടിക്കൽ. ഫിലിം കിട്ടിയതോടെ സൂപ്പർ ഇമ്പോസിഷന്റെ പരിശോധനകൾ വേഗം പൂർത്തിയായി. മുഖത്തിൻ്റെയും തലയോടിൻ്റെയും യഥാർത്ഥ വലുപ്പത്തിലുള്ള ചിത്രങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചിട്ടാണ് താദാത്മ്യ നിർണയം ചെയ്തത്. അപ്രകാരം ഒന്നിച്ചു വയ്ക്കുമ്പോൾ മുഖാസ്ഥിയുടെ 8 സ്ഥാനങ്ങൾ ആന്ത്രോപോളജിക്കൽ പോയിന്റ്സ് മുഖത്തിലെ 8 സ്ഥാനങ്ങളുമായി അനാട്ടമിക്കൽ ലാൻഡ്മാർക്സുമായി ഒത്തുചേർന്നാൽ തലയോട് മരിച്ചയാളുടേതാണെന്ന് പറയാൻ കഴിയും. ഇതൊരു അസംദിഗ്ധമായ തെളിവല്ല, എന്നാൽ മറ്റു തെളിവുകളുടെ കണ്ണികളെ കോർത്തിറക്കി കൂട്ടിയിണക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഇൻസ്പെക്ടർ ഗോപിനാഥൻ രവിയുടെയും രാധാകൃഷ്ണന്റെ വാര്യയുടെയും പ്രതികളാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം കേസ് വഞ്ചിയൂർ സെഷൻസ് കോടതിയിലെത്തി. സാഹചര്യ തെളിവും പ്രതി സ്നേഹിതനോട് നടത്തിയ കുറ്റസമ്മതവും മാത്രമായിരുന്നു പ്രോസിക്യൂഷൻ അവലംബം. പ്രതിഭാഗം വക്കീൽ പ്രശസ്തനായ MN പരമേശ്വരൻ പിള്ളയായിരുന്നു. സൂപ്പർ ഇമ്പോസിഷൻ ഫോറൻസിക് സർജനും പോലീസുകാരും ചേർന്ന് നടത്തിയ ഫോട്ടോഗ്രാഫിക് ചെപ്പടി വിദ്യയാണെന്ന് അദ്ദേഹം വാദിച്ചു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അന്ന് വകുപ്പ് മേധാവിയായിരുന്ന പ്രൊഫസർ കന്ദസ്വാമിയെയും വിസ്തരിച്ചു. ഞാൻ സൂപ്പർ ഇമ്പോസിഷൻ തനിച്ചാണോ അതോ ഏതെങ്കിലും ഫോട്ടോഗ്രാഫറുടെ സഹായത്തോടു കൂടിയാണോ ചെയ്തതെന്ന് അദ്ദേഹത്തോട് പ്രതിഭാഗം വക്കീൽ ചോദിച്ചു. ഉമാദത്തിന് ഫോട്ടോഗ്രാഫിയിൽ നല്ല പ്രാവീണ്യം ഉള്ളതുകൊണ്ടാണ് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം മറുപടി നൽകിയതോടെ വക്കീൽ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു. ആദ്യ പരീക്ഷണമായതിനാലോ കീഴ്വഴക്കങ്ങൾ ഇല്ലാതിരുന്നതിനാലോ സൂപ്പർ ഇമ്പോസിഷൻ ആ കേസിന് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചില്ല. പിന്നീട് പ്രധാനപ്പെട്ട നിരവധി കേസുകളിൽ ഞാൻ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്തിട്ടുണ്ട്. മിക്കതിലും ബഹുമാനപ്പെട്ട കോടതി വിധിന്യായങ്ങൾ അഭിനന്ദനം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഞാൻ സൂപ്പർ ഇമ്പോസിഷൻ നടത്തിയ ഒരു കേസ് മൊഴി നൽകി. ജഡ്ജി ദിവംഗതനായ ശ്രീ പാറശാല രവിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ 2 പേജ് മുഴുവൻ സൂപ്പർ ഇമ്പോസിഷനെ കുറിച്ചും അത് ചെയ്ത എന്നെക്കുറിച്ചുമുള്ള പ്രശംസയായിരുന്നു. 1-ാം പേജിൽ പലയിടത്തും സ്കള്ളിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. 2-ാം പേജിൽ എന്നെ പ്രശംസിച്ചെഴുതിയ ഒരു വാചകം ഇപ്രകാരമായിരുന്നു: "The skull of Dr. Umadithan is doing the super imposition is highly commendable." കഴിഞ്ഞ പേജിൽ ധാരാളം സ്കൾ എന്ന വാക്കുകൾ ടൈപ്പ് ചെയ്ത ടൈപ്പിസ്റ്റ് സ്കിൽ എന്ന് കണ്ടപ്പോൾ അത് തെറ്റായിരിക്കാം എന്ന് കരുതി തിരുത്തി സ്കൾ എന്ന് ടൈപ്പ് ചെയ്തതായിരിക്കാം. എന്തായാലും എൻ്റെ സ്കൾ കുറേ നാൾ ചിരിക്ക് വക നൽകി. കുപ്രസിദ്ധമായ സുകുമാരക്കുറുപ്പ് കേസിൽ കൊല്ലപ്പെട്ട ചാക്കോയുടെ തലയോട്ടിൻ്റെ കുറച്ചു ഭാഗം കത്തിക്കരിഞ്ഞു പോയിരുന്നു. അസ്ഥിഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ട് വിജയകരമായ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്ത കഥ മറ്റൊരു അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു കേസിലൊഴികെ മറ്റെല്ലാ കേസുകളിലും തലയോടും മുഖത്തിൻ്റെ ചിത്രവുമായി സാമ്യമുണ്ടായിരുന്നു. ഇനി ചെയ്യാത്ത സൂപ്പർ ഇമ്പോസിഷന്റെ പേരിൽ ഞാൻ പഴി വാങ്ങേണ്ടി വന്ന ഒരു കഥ കൂടി വിശദമാക്കാം. ഒരിക്കൽ കേരള ഹൈക്കോടതി സെഷൻസ് ജഡ്ജിമാർക്ക് ഫോറൻസിക് മെഡിസിനിലും സയൻസിലും പരിശീലനം നൽകാനായി തീരുമാനിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ഹാളിലായിരുന്നു. ഞാൻ അന്ന് കേരള പോലീസിന്റെ മെഡിക്കൽ ലീഗൽ ഉപദേശകനായിരുന്നു. ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ സദസ്സിൽ ക്രൈംബ്രാഞ്ച് IG ശ്രീ സത്താർ കുഞ്ഞും ഞാനും ഉണ്ടായിരുന്നു. പ്രസംഗകനായിരുന്ന ഗൗഹട്ടി ചീഫ് ജസ്റ്റിസ് ശ്രീ UL ഭട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ താൻ പാലക്കാട് സെഷൻസ് ജഡ്ജിയായിരുന്നപ്പോൾ വിചാരണ ചെയ്ത ഒരു കൊലക്കേസിന്റെ കഥ വിശദീകരിച്ചു. പാലക്കാടിന് സമീപത്തുള്ള വനത്തിൽ നിന്നും പോലീസിന് ഒരു അസ്ഥിക്കൂടം കിട്ടി.
ഡോക്ടർ ഉമാദത്തൻ സൂപ്പർ ഇമ്പോസിഷൻ നടത്തിയ ഒരു വർഷത്തിനു മുമ്പ് അത് കാണാതായ മാധവൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. വിചാരണയ്ക്കിടയിൽ മൈസൂരിൽ ജോലിക്ക് പോയിരുന്ന മാധവൻ തിരികെ വന്നു. ഇതാണ് മെഡിക്കൽ സയൻസിനെ വിശ്വസിച്ചാലുള്ള കുഴപ്പം. സദസ്സ് ആർത്ത് ചിരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ ഒരു കേസ് ചെയ്തിട്ടേയില്ല. അദ്ദേഹം പാലക്കാട് സെഷൻസ് ജഡ്ജി ആയിരിക്കുമ്പോൾ ഞാൻ കൊലക്കേസിൽ മറ്റൊരു സൂപ്പർ ഇമ്പോസിഷൻ നടത്തിയിരുന്നു. കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ഒരു കളം ജോലിക്കാരനായ ഭർത്താവിനെ ഭാര്യയെയും കളത്തിൽ ഉടമയും ചേർന്ന് കൊലപ്പെടുത്തി ശവം കളത്തിൽ കുഴച്ചിട്ട കേസായിരുന്നു അത്. ശ്രീ ഭട്ടിന്റെ വിധിന്യായത്തിൽ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. മാധവന്റെ കേസിൽ ഫോട്ടോ ഇല്ലാതിരുന്നതിനാൽ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. സദസ്സിൽ എൻ്റെ സമയം വരുന്ന ജസ്റ്റിസ് പത്മനാഭൻ സാറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. എൻ്റെ ബന്ധു കൂടിയായിരുന്ന അദ്ദേഹം എന്നോട് ഒരു കുറിപ്പ് തയ്യാറാക്കി ജസ്റ്റിസ് ഭട്ടിന് നൽകാൻ പറഞ്ഞു. മൈലോഡ്, അങ്ങയുടെ പ്രസ്താവനത്തിന് ഒരു വിശദീകരണം നൽകാൻ അനുവദിക്കണം എന്ന് ഞാൻ ഒരു കുറിപ്പെഴുതി ജസ്റ്റിസ് പത്മനാഭൻ ആ കുറിപ്പ് ജസ്റ്റിസ് ഭട്ടിന് കൊടുത്തയച്ചു. കുറിപ്പ് ഉറക്കെ വായിച്ചിട്ട് അദ്ദേഹം എന്നെ വിശദീകരണത്തിന് വേണ്ടി ക്ഷണിച്ചു. ഞാൻ സദസ്സിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ ജസ്റ്റിസ് ഭട്ട് സദസ്സിനോടും എന്നോടും ഖേദം പ്രകടിപ്പിച്ചു. സുപ്രീം കോടതി ജസ്റ്റിസായിരുന്ന ശ്രീ KT തോമസ് കൊല്ലം ജഡ്ജിയായി വിചാരണ ചെയ്യുമ്പോൾ വിചാരണ നടത്തിയ ഒരു കൊലക്കേസിൽ ഞാൻ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്തിരുന്നു. ആ കേസിനെ കുറിച്ച് സോളമന്റെ തേനീച്ചകൾ എന്ന കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം സ്റ്റേഷനിലെ KD നോൺ ഡിപ്രഡേറ്റർ ആയിരുന്ന ബുദ്ധനെ ഭാര്യയുടെ കാമുകനും സ്നേഹിതനും ചേർന്ന് കൊലപ്പെടുത്തി ശവം കുഴിച്ചിട്ടു. അതിനുശേഷം കാമുകൻ ഭർത്താവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. ബുദ്ധനെ കുറെ നാളായി കാണാതിരുന്നപ്പോൾ അയാളുടെ അനുജന് സംശയം തോന്നി. അയാൾ പോലീസിൽ വിവരമറിയിച്ചു. കാമുകനെ ചോദ്യവും ഭേദ്യവും ചെയ്തപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു. അന്ന് കൊല്ലം SP ആയിരുന്ന ശ്രീ രാമഭദ്രൻ അറിയിച്ചതിനനുസരിച്ച് ഞാനും സംഘവും സ്ഥലത്തെത്തി. ബുദ്ധന്റെ ശവം കുഴിച്ചിട്ട സ്ഥലം പ്രതി ചൂണ്ടിക്കാണിച്ചു. അവിടെ കുഴിച്ചപ്പോൾ ശവശരീരം കണ്ടു. തെളിവ് നിയമത്തിലെ 27-ാം വകുപ്പ് അനുസരിച്ച് വളരെ സ്വീകാര്യമായ തെളിവാണിത്. മിക്ക എക്സിമേഷനിലും ഭാഗ്യം എന്നെ കടാക്ഷിക്കാറുണ്ട്. കുഴിച്ചെടുത്തപ്പോൾ ശവം ചീഞ്ഞ് അസ്ഥി മാത്രം അവശേഷിക്കണമാണെങ്കിലും കഴുത്ത് ഞെരിച്ച് കൊന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. കഴുത്തിന് ചുറ്റും ഒരു തോർത്ത് വരിഞ്ഞു മുറുക്കി കെട്ടിയിരുന്നു. കഴുത്തിൽ ശ്വാസകുഴലിൻ്റെ മുകൾ ഭാഗത്തായി ഹയോയുടെ അസ്ഥിയിൽ 2 ഭാഗത്ത് ഒടിവുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തലയോട് ഞാൻ എടുത്തു. ഭാഗ്യവശാൽ ബുദ്ധന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ KD രജിസ്ട്രിയിൽ നിന്നും കിട്ടി. വൈകാതെ തന്നെ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്ത റിപ്പോർട്ടും ചിത്രങ്ങളും തലയോടും ഞാൻ കോടതിയിലേക്ക് അയച്ചു. കൊല്ലം സെഷൻസ് കോടതിയിൽ മൊഴി കൊടുക്കുമ്പോൾ ചീഫ് വിസ്താരത്തിൽ തലയോട് ഞാൻ തിരിച്ചറിഞ്ഞ ഉടനെ ജഡ്ജി അത് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി. വിസ്താരം കഴിയുന്നതുവരെ പ്രതികളെ നോക്കി പല്ലിളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിധിന്യായത്തിലെ കേസിൽ എൻ്റെ പങ്കിനെക്കുറിച്ച് അഭിനന്ദിച്ചിരുന്നു. സൂപ്പർ ഇമ്പോസിഷൻ സാങ്കേതത്തിൽ ഇപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷന് പകരം വീഡിയോ സൂപ്പർ ഇമ്പോസിഷനാണ് ഇപ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും പ്രചാരത്തിലുള്ളത്. 2 വീഡിയോ ക്യാമറകൾ ഉപയോഗിച്ച് തലയോടിൻ്റെയും മുഖത്തിൻ്റെയും ചിത്രങ്ങൾ പകർത്തി ഒരു മോണിറ്ററിൻ്റെ സഹായത്തോടുകൂടി സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാം. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ചില പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാവുന്നതാണ്. ശാസ്ത്രം അതിവേഗത്തിൽ പുരോഗമിക്കുമ്പോൾ നാം നോക്കുകുത്തികളായി നിലനിൽക്കുന്നു.